ഹലോ, എല്ലാവർക്കും നമസ്കാരം. നല്ല ചൂട് ഇഡ്ഡലിയും സാമ്പാറും ഒരു കപ്പ് ചായയും കിട്ടിയ ആർക്കല്ലേ സന്തോഷമില്ലാത്ത? ആ സാമ്പാർ നമുക്കൊരു 10 മിനിറ്റിൽ ഉണ്ടാക്കാൻ പറ്റിയ അതിലും സന്തോഷമായിരിക്കില്ലേ? അടിപൊളി ബോംബെ സാമ്പാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: സബോള, തക്കാളി, വെളുത്തുള്ളി, കറിവേപ്പിൻ്റെ ഇല നമ്മൾ ആദ്യം തന്നെ എടുത്ത് വെക്കണം. അതുപോലെ തന്നെ ഒരു കുടം പുളി എടുത്ത് വെള്ളത്തിൽ പിഴിഞ്ഞ് വെക്കണം. ഇത് രണ്ടുമാണ് നമുക്ക് ഏർലി ചെയ്ത് വെക്കേണ്ട രണ്ട് കാര്യങ്ങൾ. അതിനുശേഷം പാത്രം എടുക്കുക, വെളിച്ചെണ്ണ ഒഴിക്കുക, അതിലോട്ട് 1 സ്പൂൺ ജീരകവും 1 സ്പൂൺ കടുകും ഇട്ട് നന്നായി പൊട്ടിക്കുക. ആദ്യം കടുക് ഇടണേ. അത് നന്നായി പൊട്ടി വരുമ്പോൾ അതിലോട്ട് നമ്മുടെ വറ്റൽ മുളകും അതുപോലെ തന്നെ ഒരു 2-3 തണ്ട് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കുക. അതൊന്ന് നന്നായി മിക്സ് ചെയ്ത് ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ സബോള, തക്കാളി, അതുപോലെ തന്നെ വെളുത്തുള്ളി, ഇനി എരിവ് കൂടുതൽ വേണമെങ്കിൽ ഒരു 2 പച്ചമുളകും കൂടി ആഡ് ചെയ്യാം കേട്ടോ. അത് നന്നായി ഒന്ന് മൂത്ത് വാടി വരുമ്പോൾ നമ്മൾ അതിലോട്ട് ഒരു 1.5 സ്പൂൺ സാമ്പാർ പൊടി, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, ഒരു പേരിന് മുളക് പൊടി. ഈ മുളകിൻ്റെ കണക്ക് നമ്മുടെ എരിവ് അനുസരിച്ചിരിക്കും. അതിന് പിന്നെ നമ്മുടെ സാമ്പാറിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള LG കായം കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ബ്രാൻഡ് നിങ്ങളുടെ ചോയ്സാണ്. പിന്നെ ഞാനൊരു കപ്പ് ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുത്തു. ഉപ്പും ആഡ് ചെയ്ത് കൊടുത്തു. ഞാൻ വെള്ളം ആഡ് ചെയ്യുമ്പോഴാണ് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തത്. അതും ആഡ് ചെയ്തതിന് ശേഷം നന്നായി അതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് നമ്മുടെ പുളിവെള്ളം എടുത്ത് വെച്ചിരിക്കുന്നത് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് എന്തോരം സാമ്പാർ വേണം അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ആഡ് ചെയ്യാം. ഇനിയാണ് നമ്മുടെ കീ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഗ്രാം ഫ്ലവർ അല്ലെങ്കിൽ കടലമാവ്. അത് നന്നായി വെള്ളത്തിൽ കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കുക. ഇൻ കേസ് കട്ട വരികയാണെങ്കിൽ അതൊന്ന് അരിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് അത് തിളച്ചുകൊണ്ടിരിക്കുന്ന സാമ്പാറിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ സാമ്പാർ ഇതേ കട്ടിയായിട്ട് വന്നു. ഇനി കട്ടി നമുക്ക് കുറയ്ക്കണമെങ്കിൽ കുറച്ചും കൂടി ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ കുറച്ച് ചൂടുവെള്ളം ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു തള കൂടി വരണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നല്ല പച്ച കളറുള്ള കൊറിയാണ്ടർ ലീവ്സ് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ അടിപൊളി 10 മിനിറ്റിൽ ബോംബെ സാമ്പാർ റെഡിയാണ്. ചൂട് ഇഡ്ഡലിയുടെ കൂടെ എൻജോയ് ചെയ്തോളൂ. സൂപ്പറാണ്.